നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോമുകൾ നൽകാൻ ഡിസംബർ 11 വരെ സമയം. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് ശ്രുതി മധുര തേന്മഴയായി പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. 68 കലാകാരന്മാർ ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞു പാടിയതോടെ ആസ്വാദകരും ആലാപനത്തിൽ മുഴുകി. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ആനത്താവളത്തിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമം അർപ്പിച്ചു. 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ഗുരുവായൂർ കേശവൻ ഇഹലോകവാസം വെടിഞ്ഞത്. മുനിക്കക്കടവിൽ മത്സ്യബന്ധന ബോട്ടിന്റെ കാരിയർ വഞ്ചിയുടെ എഞ്ചിനും ഇന്ധനവും മോഷണം പോയി. താനൂർ സ്വദേശി ചക്കപ്പന്റെ പുരയ്ക്കൽ മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇറാഖ് വള്ളത്തിലാണ് മോഷണം നടന്നത്. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് ശ്രുതി മധുര തേന്മഴയായി പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. 68 കലാകാരന്മാർ ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞു പാടിയതോടെ ആസ്വാദകരും ആലാപനത്തിൽ അലിഞ്ഞു ചേർന്നു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ദശമി ദിനമായ ഞായറാഴ്ച രാവിലെ 9 ചെമ്പൈ സംഗീതോത്സവ വേദിയായ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങിയത്. ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്നം എന്നറിയപ്പെടുന്ന 5 കീർത്തനങ്ങൾ സംഗീതോത്സവ മണ്ഡപത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന സംഗീത കുലപതികൾ ഒന്നിച്ചാലപിച്ചപ്പോൾ അതൊരു സംഗീതസാഗരമായി മാറി. നാട്ടരാഗത്തിലുള്ള ജഗദാനന്ദകാരക, ഗൗളരാഗത്തിൽ ദുഡുഗുഗല, ആരഭിരാഗത്തിൽ സാദീജ്ഞനെ, വരാളിരാഗത്തിൽ കനകരുചിര, ശ്രീരാഗത്തിൽ എന്ദരോ മഹാനുഭാവലു എന്നീ കീർത്തനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആലപിച്ചപ്പോൾ സദസ്സും ഏറ്റുപാടി. ഒരു മണിക്കൂർ ക്ഷേത്രനഗരി പഞ്ചരത്ന പേമാരിയിൽ ലയിച്ചു ചേർന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യരായ TV ഗോപാലകൃഷ്ണൻ, മണ്ണൂർ MP രാജകുമാരൻ ഉണ്ണി, പ്രശസ്ത സംഗീതജ്ഞരായ ഡോക്ടർ ഗുരുവായൂർ മണികണ്ഠൻ, മാതങ്കി സത്യമൂർത്തി എന്നിങ്ങനെ 34 പേർ വായ്പാട്ടിൽ മുൻനിരയിൽ അണിനിരന്നു. വൈക്കം PS വേണുഗോപാൽ, N ഹരി, കുഴൽമന്നം G രാമകൃഷ്ണൻ എന്നിങ്ങനെ 12 പേർ മൃദംഗത്തിലും, പ്രൊഫസർ S ഈശ്വരവർമ്മ, ചെമ്പൈ വെങ്കിട്ടരാമൻ എന്നിങ്ങനെ 11 പേർ വയലിനിലും, തിരുവനന്തപുരം R രാജേഷിന്റെ നേതൃത്വത്തിൽ 4 പേർ ഘടത്തിലും, ജ്യോതിദാസ് ഗുരുവായൂർ, ഇരിങ്ങാലക്കുട നന്ദകുമാർ എന്നിവർ ഇടക്കയിലും, ഡോക്ടർ P പത്മേഷ് പുല്ലാങ്കുഴലിലുമായി പക്കമേളം ഒരുക്കി. ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രി ചെമ്പൈയുടെ ഇഷ്ടകീർത്തനങ്ങൾ 100ഓളം കലാകാരന്മാർ ഒന്നിച്ചിരുന്നു പാടുന്നതോടെ 15 ദിവസം നീണ്ടുനിന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശീല വീഴും.
ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ആനത്താവളത്തിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമം അർപ്പിച്ചു. ഗജപൂജയ്ക്ക് ശേഷം രാവിലെ 7 മണിയോടെ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നാണ് ഗജഘോഷയാത്ര ആരംഭിച്ചത്. കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരന്നു. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ 5 ആനകൾ പങ്കെടുത്ത ഘോഷയാത്ര റെയിൽവേ മേൽപ്പാലം വഴി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി വണങ്ങി. ഗുരുവായൂർ ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം ചെയ്ത് തെക്കേ നടയിലെ കേശവ പ്രതിമയ്ക്ക് മുന്നിലെത്തി. ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി തുമ്പിക്കൈ ഉയർത്തി വണങ്ങി. മറ്റാനകളും പ്രണാമം അർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ കേശവ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും പുഷ്പാർച്ചന നടത്തി. ഗുരുവായൂർ എ.സി.പി. സി. പ്രേമാനന്ദകൃഷ്ണൻ, ടെമ്പിൾ പോലീസ് എസ്.എച്ച്.ഒ. ജി. അജയ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ഗുരുവായൂർ കേശവൻ ഇഹലോകവാസം വെടിഞ്ഞത്. ഇതിന്റെ സ്മരണയ്ക്കായാണ് വർഷം തോറും ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ചടങ്ങ് നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദശമി വിളക്ക് ആഘോഷിച്ചു. വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ നാളെ ഗുരുവായൂർ ദേവസ്വം വക ഏകാദശി വിളക്ക് ആഘോഷിക്കും. ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയായി തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ പേരിലാണ് ദശമി വിളക്ക് ആഘോഷിച്ചത്. രാവിലെ വേദജപം, നാമജപം, സമ്പൂർണ്ണ നാരായണീയ പാരായണം, അന്നദാനം എന്നിവയുണ്ടായിരുന്നു. കാഴ്ചശീവേലിക്ക് തിരുവല്ല രാധാകൃഷ്ണന്റെ മേളം അകമ്പടിയായി. ഉച്ചതിരിഞ്ഞ് കാഴ്ചശീവേലിക്ക് ചോറ്റാനിക്കര വിജയന്മാരാരുടെ പഞ്ചവാദ്യവും സന്ധ്യയ്ക്ക് കല്ലൂർ രാമൻകുട്ടിമാരാരുടെ തായമ്പകയും ഉണ്ടായിരുന്നു. രാത്രി നെയ്വിളക്കുകളുടെ പ്രഭയിൽ ഇടയ്ക്ക നാഗസ്വര മേളത്തോടെ വിളക്കെഴുന്നള്ളിപ്പും നടന്നു. കൊമ്പൻ ശ്രീധരൻ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു. നാളെ നടക്കുന്ന ഏകാദശിയോടെ ക്ഷേത്രത്തിൽ 1 മാസമായി നടന്നുവന്നിരുന്ന വിളക്കാഘോഷങ്ങൾക്ക് സമാപനമാകും. 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉദയാസ്തമന പൂജയോടെയാണ് ഏകാദശി വിളക്ക് നടക്കുന്നത്. രാവിലെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും. സന്ധ്യയ്ക്ക് നാമജപ ഘോഷയാത്രയും തിരിച്ച് രഥമെഴുന്നള്ളിപ്പും നടക്കും. ഏകാദശി വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് ദേവസ്വം പ്രസാദഊട്ടും നൽകും. ഏകാദശി വ്രത പൂർണ്ണതയ്ക്കായി ചൊവ്വാഴ്ച ദ്വാദശിപ്പണ സമർപ്പണം ഉണ്ടാകും. ബുധനാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമാകും. ഏകാദശി ദിവസം സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉദയാസ്തമന പൂജ നടത്തേണ്ടി വന്നതിൽ പ്രായശ്ചിത്തം നടത്തണം എന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ വാദം ഇരട്ടത്താപ്പാണെന്ന് ബി.ജെ.പി. തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് സി. നിവേദിത ആരോപിച്ചു. ഭക്തർ ആവശ്യപ്പെടുന്നതും പ്രായശ്ചിത്തം നടത്തണമെന്നുള്ളത് തന്നെയാണ്. എന്നാൽ ആ പ്രായശ്ചിത്തം നടത്തേണ്ടത് കഴിഞ്ഞ ഏകാദശി ദിവസം പുലവാലായ്മയുള്ള തന്ത്രി ഭക്തജനങ്ങൾക്കുള്ള പ്രസാദ വിതരണം വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്ത് വ്രതഭംഗം വരുത്തിയ കാര്യത്തിലാണ് എന്നതാണ് ഭക്തരുടെ നിലപാട്. ഭക്തജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ദേവസ്വം പ്രായശ്ചിത്തം നടത്തണമെന്ന് തന്നെയാണ് ബി.ജെ.പിയുടെയും അഭിപ്രായം. ശബരിമലയിൽ സുപ്രീംകോടതിയുടെ വിധിയുടെ മറവിൽ യുവതികളെ പ്രവേശിപ്പിച്ച അതേ കൂട്ടർ തന്നെയാണ് ഇപ്പോൾ സുപ്രീംകോടതിയെയും കാലങ്ങളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്ന ആചാരവിധികളെയും ഒരു പ്രശ്നത്തിന്റെ പേരിൽ അപമാനിക്കുന്നതെന്നും നിവേദിത പറഞ്ഞു. ഭഗവാന്റെ സന്നിധിയിൽ തന്നെ വെച്ച് വിവിധ ജ്യോതിഷികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ദേവപ്രശ്നം നടത്തുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ദേവസ്വം ഉത്തരം പറയണം, തന്ത്രി ഉത്തരം പറയണം. അത് ഉത്തരം പറയിപ്പിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഗുരുവായൂരപ്പന്റെ വിശ്വാസികളോടൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടാകണം. ഇത് ഭഗവാന്റെ ഹിതം തന്നെയാണ് ഗുരുവായൂരിൽ ഈ ഏകാദശി ദിവസം
ഉദയാസ്തമന പൂജ നടത്തേണ്ട എന്നുള്ളത് അത് അവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ബാധ്യസ്ഥരാണ് ഈ ദേവസ്വം അധികൃതർ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടൽ ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ഇതിനെ നേരിടുമെന്നാണ് പറയാനുള്ളത്. മുനയ്ക്കക്കടവിൽ മത്സ്യബന്ധന ബോട്ടിന്റെ കാരിയർ വഞ്ചിയുടെ എഞ്ചിനും ഇന്ധനവും മോഷണം പോയി. താനൂർ സ്വദേശി ചക്കപ്പന്റെ പുരയ്ക്കൽ മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇറാഖ് വള്ളത്തിലാണ് മോഷണം നടന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി മുനയ്ക്കക്കടവ് പാണ്ടിലക്കടവ് പുഴയിൽ നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു ബോട്ടും വള്ളവും. ഞായറാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോകാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 6 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് ഉടമ പറഞ്ഞു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മാധ്യമപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന ബഷീർ അണ്ണക്കമ്പാട് എന്ന കുന്നത്ത് ബഷീർ അന്തരിച്ചു. 51 വയസ്സായിരുന്നു. മനോരമ, മംഗളം, മലയാളം ന്യൂസ് തുടങ്ങിയ പത്രങ്ങളിൽ റിപ്പോർട്ടറായി ജോലി ചെയ്തിരുന്നു. എടപ്പാൾ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിലും കേരള പത്രപ്രവർത്തക അസോസിയേഷനിലും അംഗമായിരുന്നു. മലയാള മനോരമ എടപ്പാൾ ലേഖകനും കോൺഗ്രസ് നേതാവുമായിരുന്ന പരേതനായ ഹംസ അണ്ണക്കമ്പാടിന്റെ മകനാണ്. എടപ്പാളിൽ നടന്ന സോമയാഗം, അതിരാത്രം, പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന പുത്രകാമേഷ്ടി യാഗം തുടങ്ങി പ്രദേശത്ത് നടന്ന സാംസ്കാരിക ആത്മീയ പരിപാടികളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു. പ്രൗഢമായ ശബ്ദ ഗാംഭീര്യത്താൽ നല്ലൊരു അനൗൺസറായും അറിയപ്പെട്ടിരുന്നു. സുൽഫിയ ഭാര്യയും ജൻസർ, ജഹൻ സൈബ് എന്നിവർ മക്കളുമാണ്. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോമുകൾ നൽകാൻ ഡിസംബർ 11 വരെ സമയമുണ്ട്. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-നും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14-നുമാണ് പ്രസിദ്ധീകരിക്കുക. കേരളമടക്കം 12 ഇടങ്ങളിലാണ് സമയപരിധി നീട്ടിയത്. ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, UP, പശ്ചിമ ബംഗാൾ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്നിവിടങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കാണ് നിലവിൽ പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 12 ദിവസത്തോളം നീട്ടിക്കിട്ടിയതോടെ BLOമാർക്ക് കൂടുതൽ ആശ്വാസമായി. ഫോമുകൾ ശേഖരിക്കുന്നതിന് പുറമെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടി വരികയായിരുന്നു BLOമാർ. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ SIR നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നഴ്സറി മുതൽ ഡിഗ്രി വരെ ഒന്നിച്ചു പഠിച്ച സഹപാഠികൾ തെരഞ്ഞെടുപ്പ് ഗോദയിൽ നേർക്കുനേർ. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിലാണ് സൗഹൃദങ്ങളുടെ നേരിട്ടുള്ള മത്സരത്തിന് കളമൊരുങ്ങിയത്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റിനിത കബീർ, LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രഹന യൂസഫ് എന്നിവരാണ് നഴ്സറി ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഒന്നിച്ചു പഠിച്ച സഹപാഠികൾ. പാടൂർ വാണിവിലാസം UP സ്കൂൾ, പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ, ഗുരുവായൂർ ആര്യഭട്ട കോളേജ് എന്നിവിടങ്ങളിൽ ഇരുവരും ഒന്നിച്ചാണ് പഠിച്ചിരുന്നത്. ഇരുവരും മത്സരത്തിലെത്തുന്നത് തികച്ചും യാദൃശ്ചികമായാണ്. LDF സ്ഥാനാർത്ഥി രഹന യൂസഫ് സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് റിനിത കബീർ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. വാർഡിൽ സഹപാഠികളിൽ ആര് ഒന്നാമതെത്തുമെന്ന ആകാംക്ഷയിലാണ് വോട്ടർമാർ. പഠനകാലത്തെ വീറും വാശിയും കൈമോശം വരാതെയാണ് ഇരുവരും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയും വാർഡിൽ സജീവമാണ്. അതുപോലെ വാണിവിലാസം സ്കൂളിൽ 7ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ +2 വരെ, അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ആര്യഭട്ടയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച്. സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞങ്ങള് അത്രയും വലിയ സൗഹൃദമാണ്. ഞങ്ങള് കട്ട ചങ്സ് തന്നെ പറയാം. ഞങ്ങൾ കുറച്ച് ഗ്യാങ് ഉണ്ട് ഞങ്ങളത്. അങ്ങനെ അത് ഞങ്ങൾ ഇടയ്ക്ക് ഒരുമിച്ച് കൂടാറുണ്ട്. എവിടെയായാലും അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങള് സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അതും എതിർപ്പാട്ടേക്ക് വന്നു. പക്ഷെ ഇതിലൂടെ സൗഹൃദം ഇന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കൂടാൻ, ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ കണ്ടിൻജന്റ് തൊഴിലാളി CITU സംഗമവും ജനപ്രതിനിധികൾക്ക് ആദരവും യാത്രയപ്പും നൽകി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങ് CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG ജയപ്രകാശ് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ എന്നിവരെ ആദരിച്ചു. CITU കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ KA അസീസ്,
കണ്ടിജന്റ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി MK സുനിൽ, യൂണിറ്റ് സെക്രട്ടറി PA അനിൽ, ട്രഷറർ MG വിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ദേശചരിതം. വടക്കേക്കാട് പഞ്ചായത്തിന്റെ വിജയചരിത്രം എക്കാലവും കോൺഗ്രസിനൊപ്പമാണ്. ചിലയിടങ്ങളിൽ സ്വാധീനമുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ല. BJPക്ക് ഇതുവരെയും പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കാനും ആയിട്ടില്ല. കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയെന്നാണ് വടക്കേക്കാട് പഞ്ചായത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രേഖപ്പെടുത്തുന്നത്. പഞ്ചായത്ത് രൂപീകരണം മുതൽ 60 വർഷത്തിനിടെ 3 ഘട്ടത്തിൽ 5 വർഷം മാത്രമാണ് ഇടതുമുന്നണിക്ക് ഭരണം ലഭിച്ചുള്ളൂ. അതുതന്നെ കോൺഗ്രസിലെ അനൈക്യവും K. കരുണാകരന്റെ DICയുടെ വരവുമായിരുന്നു കാരണം. കൊടമന നാരായണൻ നായർ പ്രസിഡന്റായ ആദ്യ വർഷത്തിനുശേഷം തുടർച്ചയായ 30 വർഷം കോൺഗ്രസിലെ AC കുഞ്ഞുമോൻ ഹാജിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 7 സീറ്റ് നേടിയാണ് LDF ചരിത്രത്തിലെ മികച്ച നേട്ടമുണ്ടാക്കിയത്. കോൺഗ്രസിലെ പ്രശ്നങ്ങളിലാണ് LDFന്റെ പ്രതീക്ഷ. എന്നാൽ ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വികസന തുടർച്ചയ്ക്ക് ജനം കൂടെ നിൽക്കുമെന്നും UDFും ഉറപ്പിക്കുന്നു. ആകെ 16 വാർഡുകൾ ഉള്ളതിൽ കോൺഗ്രസ് 9, CPM 7 എന്നിങ്ങനെയാണ് കക്ഷിനില. 2 വാർഡുകൾ പുതുതായി ചേർത്തതോടെ ഇക്കുറി ആകെ 18 വാർഡുകളിലേക്കാണ് മത്സരം. പ്രധാന ഭരണനേട്ടങ്ങളായി ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നവ ഇവയാണ്. കല്ലിങ്ങൽ സ്കൂളിന് സ്ഥലം കണ്ടെത്തി. ഞമനങ്ങാട് സബ് സെന്ററിന് സ്ഥലം കണ്ടെത്തി. നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 2 ഹൈടെക് അങ്കണവാടികൾ നിർമ്മിച്ചു. മാലിന്യം സംഭരിക്കാൻ എല്ലാ വാർഡിലും മിനി MCFുകൾ സ്ഥാപിച്ചു. എല്ലാ വീട്ടിലും ബയോബിൻ പദ്ധതി നടപ്പാക്കുന്നു. വിവിധ വാർഡുകളിൽ കുഴൽക്കിണർ നിർമ്മിച്ച് ശുദ്ധജല പദ്ധതി നടപ്പാക്കുന്നു. കാർത്തുപുള്ളിക്കുളം, വീട്ടിപ്പറമ്പിൽക്കുളം, അണ്ടിക്കോട്ടിൽ കടവ്, മുളക്കാംചേരിക്കുളം, കൊച്ചന്നൂർക്കുളം, ചക്കിത്തറത്തോട് എന്നിവ നവീകരിച്ചു. കുടുംബശ്രീക്ക് പുതിയ ഓഫീസും ഡിജിറ്റൽ ലൈബ്രറിയും നിർമ്മിച്ചു. എന്നാൽ തുടർച്ചയായ ഭരണം പഞ്ചായത്തിനെ വികസന മുരടിപ്പിലേക്ക് നയിച്ചു എന്ന് പ്രതിപക്ഷമായ CPM അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പൊതുശ്മശാനമില്ല. ജില്ലാ പഞ്ചായത്ത് തുക നൽകിയിട്ടും നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. MCF നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് അംഗം 7 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയിട്ടും പണി ചെയ്തില്ല. കളിസ്ഥലം ഇല്ല. നൂറ്റാണ്ട് പഴക്കമുള്ള പഞ്ചായത്തിലെ ഏക സർക്കാർ പ്രൈമറി വിദ്യാലയം ഇന്നും വാടക കെട്ടിടത്തിൽ. ലൈഫ് പദ്ധതിയിൽ ആകെ നൽകിയത് 58 വീട് മാത്രം. ഭൂരഹിതർക്കുള്ള പദ്ധതികൾ നടപ്പാക്കിയില്ല. പഞ്ചായത്ത് റോഡുകൾ തകർന്ന നിലയിൽ. തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. പുതിയ പദ്ധതികൾ ഇല്ലാത്തതിനാൽ പാടശേഖരങ്ങൾ തരിച്ചു കിടക്കുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്കും പദ്ധതികളില്ല. ഇത്തരത്തിൽ സമഗ്ര മേഖലയിലും വികസനമില്ലായ്മയാണ് കാണുന്നതെന്ന് CPM കുറ്റപ്പെടുത്തുന്നു. LDFനും UDFനും പുറമെ BJP സാന്നിധ്യം അറിയിക്കാൻ രംഗത്തുണ്ട്. വിശുദ്ധ തോമസ് ലീഹായുടെ നാമധേയത്തിൽ സ്ഥാപിതമായ മറ്റം ഇടവകയിലെ സ്കൂളുകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ ഓർമ്മ തിരുനാൾ ഡിസംബർ 3 ബുധനാഴ്ച ആഘോഷിക്കും. തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റം നടന്നു. ഇടവക വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ച രാവിലെ ദിവ്യബലിയെ തുടർന്ന് നടന്ന കൊടിയേറ്റത്തിൽ ഇടവക വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ ദിനത്തിൽ വൈകിട്ട് 4 മണിക്ക് ഇടവക ദേവാലയത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും തിരുനാൾ നേർച്ചയും, മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളുകളുടെ ചരിത്രരേഖാ പ്രദർശനം, സെമിനാർ, തുടർന്ന് പൊതുസമ്മേളനവും ഉണ്ടാകും. ചടങ്ങിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ ശാസ്ത്രകലാ സാംസ്കാരിക കായിക രംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, വിരമിച്ച അധ്യാപകർ എന്നിവരെ ആദരിക്കും. സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നാടകവും ഉണ്ടാകും. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ CK ജോയ്, ഷാജ് K സൈമൺ, MJ ജോഷി, CT സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകും. ചെറായി ക്രിയേറ്റീവ് വായനശാലയുടെ നേതൃത്വത്തിൽ കിടപ്പിലായ വീട്ടമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകി. ചെറായി കെട്ടുങ്ങൽ തെക്കത്ത് രാജൻ, സുനിത ദമ്പതികൾക്കാണ് വായനശാലയുടെ ഇടപെടലിനെ തുടർന്ന് വീടൊരുങ്ങിയത്. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ വീടിന്റെ താക്കോൽ വായനശാല രക്ഷാധികാരി P. സുനിൽകുമാർ ഗൃഹനാഥൻ രാജന് കൈമാറി. പഞ്ചായത്ത് അംഗങ്ങളായ ശോഭാ പ്രേമൻ, KH ആബിദ്, വായനശാല ഭാരവാഹികളായ VG വിഷ്ണു, M. റാണ പ്രതാപ്, പ്രവ്യ പ്രബിൻ, MH ആനന്ദ്, K. നീതു, PD അഭിനന്ദ് എന്നിവർ പങ്കെടുത്തു. പാലുകാച്ചൽ ചടങ്ങിന് ബേബി, മണി ബാഹുലയൻ, MK രഘുനാഥ്, റുബീന, ബീവാത്തുട്ടി, വള്ളി, രജിത തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് പദ്ധതിയിൽ 12 വർഷം മുമ്പാണ് രാജൻ വീടുപണി തുടങ്ങിയത്. അടുക്കളയുടെ ചിമ്മിനിക്കൊടൊഴിച്ചുള്ള ഭാഗം കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ബാക്കി നിർമ്മാണം നടത്താനായില്ല.
4 വർഷം മുമ്പ് സുനിത ശരീരം തളർന്ന് കിടപ്പിലായി. കനോലി കനാലിനോരത്തെ ഓലഷെഡിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. മഴക്കാലത്ത് തോട് കരകവിയുമ്പോൾ നാട്ടുകാർ ഇവരെ പണി പൂർത്തിയാകാത്ത വീട്ടിലേക്ക് മാറ്റും. മഴ മാറിയാൽ തിരിച്ച് ഓലഷെഡിലേക്ക് കൊണ്ടുപോകും. ജനലും വാതിലുമില്ലാത്ത, ഒരടച്ചുറപ്പും സുരക്ഷിതത്വവുമില്ലാത്ത വീട്ടിലാണ് ഇരുവരും അന്തിയുറങ്ങിയിരുന്നത്. ഇവരുടെ അവസ്ഥ കണ്ടാണ് ക്രിയേറ്റീവ് വായനശാല വീടിന്റെ പണി പൂർത്തീകരിക്കാൻ മുന്നിട്ടിറങ്ങിയത്. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ബാലവേദി സർഗോത്സവം സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ വായനശാല ഹാളിൽ നടന്ന സർഗോത്സവത്തിൽ UP ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, കാർട്ടൂൺ, കാവ്യാലാപനം, ഉപന്യാസരചന, ചലച്ചിത്രഗാനാലാപനം, മിമിക്രി, മോണോ ആക്ട്, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങിയ കലാമത്സരങ്ങൾ അരങ്ങേറി. ഗുരുവായൂർ ദേവസ്വം വാദ്യകലാധ്യാപകൻ ഗുരുവായൂർ ജ്യോതിദാസ് സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. നാടകപ്രവർത്തകനും ക്യാമ്പ് ഡയറക്ടറുമായ റോഷൻ ബാബു സർഗോത്സവത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു. വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ, ബാലവേദി പ്രസിഡന്റ് KS വൈഗ, സെക്രട്ടറി കൃഷ്ണവേണി D നായർ, ബാലവേദി കൺവീനർ CJ ഫ്രാൻസിസ്, വായനശാല ഭാരവാഹി CL ജോസഫ് എന്നിവർ സംസാരിച്ചു. ചിത്രകാരനും നാടകപ്രവർത്തകനുമായ സുനിൽ ചൂണ്ടൽ ക്യാമ്പ് അവലോകനവും മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സമ്മാന വിതരണവും നടത്തി. സർഗോത്സവത്തിലെ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ലൈബ്രറി കൗൺസിലിന്റെ താലൂക്ക്, ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരിക്കും. മങ്ങാട് ഇടവക അംഗമായ ഡീക്കൺ ജിജോ താറയിലിന്റെ തിരുപ്പട്ട ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഡിസംബർ 26-നാണ് തിരുപ്പട്ട ചടങ്ങ് നടക്കുന്നത്. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൊടി ഉയർത്തി 1 മാസം നീണ്ടു നിൽക്കുന്ന തിരുപ്പട്ട ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇടവകയിലെ ദമ്പതികൾക്കായി ദിവ്യബലി നടത്തി. ഫാദർ ഡോക്ടർ റോയ് വടക്കൻ 200ഓളം ദമ്പതികൾ പങ്കെടുത്ത ദിവ്യബലിക്ക് കാർമ്മികനായി. തിരുപ്പട്ട ആഘോഷത്തിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി ഇടവകയിലെ 12 കുടുംബ യൂണിറ്റ് പ്രസിഡന്റുമാർക്ക് മെഴുകുതിരികൾ നൽകി. ജനറൽ കൺവീനർ NG ജോബിയും കൈക്കാരന്മാരും നേതൃത്വം നൽകി. വേലൂർ ശ്രീ കാർത്തേനി ദേവി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം നടത്തിയ ശ്രീകോവിലിന്റെ സമർപ്പണം നടത്തി. തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി ക്ഷേത്ര ശ്രീകോവിൽ സമർപ്പണം നിർവഹിച്ചു. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ ശ്രീകോവിലാണ് പുതുക്കി നിർമ്മിച്ചത്. ക്ഷേത്ര പുനരുദ്ധാരണത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി അശ്വിൻ സഹകാർമ്മികനായി. രാവിലെ 8-ന് വാദ്യാഘോഷത്തിന്റെയും താലത്തിന്റെയും അകമ്പടിയോടെ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂർണ്ണ കുംഭം നൽകി അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് പുഷ്പാഞ്ജലി, ശ്രീകോവിലിൽ പൂജ എന്നിവയ്ക്കു ശേഷം മൂപ്പിൽ സ്വാമിയാർ ശ്രീകോവിൽ സമർപ്പണം നടത്തി. തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഭിക്ഷ വെച്ചു നമസ്കാരം, അനുഗ്രഹ പ്രഭാഷണം, പ്രഭാത ഭക്ഷണ വിതരണവുമുണ്ടായി. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ സെബസ്ത്യാനോസ്, പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധ അൽഫോൺസാമ എന്നിവരുടെ സംയുക്ത തിരുനാളാണ് ശനി, ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ചത്. ശനിയാഴ്ച രാത്രിയിൽ ആഘോഷമായ അമ്പ് വള സമാപനം നടന്നു. തിരുനാൾ ദിനമായ ഇന്ന് രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തലശ്ശേരി അതിരൂപത മിഷൻ ലീഗ് ഡയറക്ടർ ഫാദർ ജിതിൻ വയലുങ്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി, ഫാദർ ലിജു പർത്തൂർ CMC എന്നിവർ സഹകാർമ്മികരായി. വൈകിട്ട് നടന്ന പാട്ട് കുർബാനയ്ക്ക് ഫാദർ ജെയിംസ് ആലപ്പാട്ട് CMC കാർമ്മികനായി. തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു. ഫാൻസി വെടിക്കെട്ടും ഗാനമേളയും ഉണ്ടായി. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി, ജനറൽ കൺവീനർ സേവ്യർ ചാലിശ്ശേരി, കൈകാരന്മാരായ VL ജോർജ്, TO ജോഷി, PF റിൻഡോ, CJ അനുജിത്ത് എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി.
പുന്നയൂർക്കുളം സ്വദേശി അലി കണ്ണത്തയിലിന്റെ 5ാമത്തെ കഥാസമാഹാരം കാലം ചേർത്തുവെച്ച കഥകൾ പ്രകാശനം ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് കമല സുരയ്യ സ്മാരക മന്ദിരത്തിലെ നിർമ്മാതള ചുവട്ടിൽ നടന്ന പ്രകാശന ചടങ്ങ് ഡെപ്യൂട്ടി തഹസിൽദാറും പ്രഭാഷകനുമായ ഫൈസൽ പേരകം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും സാഹിത്യകാരനുമായ സുരേന്ദ്രൻ മങ്ങാട് പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരിയും സൈക്കോളജിസ്റ്റുമായ ബഹിയ ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങി. റഫീഖ് പട്ടേരി പുസ്തകത്തെ പരിചയപ്പെടുത്തി. പൊന്നയൂർക്കുളം സാഹിത്യ സമിതി കൺവീനർ അറക്കൽ ഉമ്മർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നൂറുദ്ദീൻ വാടനപ്പള്ളി, MV ജോസ്, ജലീൽ ചന്ദനത്ത്, ഹക്കീം വെളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രചയിതാവ് അലി കണ്ണത്തയിൽ മറുപടി പ്രസംഗം നടത്തി. 62 പേജുകളടങ്ങിയ കഥാസമാഹാരത്തിൽ ജീവിത ചുറ്റുപാടുകളിൽ നിന്നുള്ള കഥകളുടെ നേർചിത്രങ്ങളടങ്ങിയ 18 അധ്യായങ്ങളാണ് ഉള്ളത്. സഹൃദയ റെസിഡൻസ് അസോസിയേഷനാണ് പ്രസാധനം നിർവഹിക്കുന്നത്. നാലപ്പാടൻ സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് ചോ മുഹമ്മദ് ഉണ്ണി സ്വാഗതവും കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജനറൽ സെക്രട്ടറി ദിവാകരൻ പനന്തറ നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും NCC കേഡറ്റുമായ KS അതുൽ കൃഷ്ണയെ ആദരിച്ചു. സ്കൂളിലെ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അതുൽ കൃഷ്ണയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ ഓഫീസർ മേജർ PJ സ്റ്റൈജു അതുൽ കൃഷ്ണയ്ക്ക് ഉപഹാരം നൽകി. NCC 24 കേരള ബറ്റാലിയൻ സുബേദാർ ശശികുമാർ മുഖ്യാതിഥിയായി. നായിക് സുബേദാർ നകുൽ മിർദ, സീനിയർ കേഡറ്റുകളായ അഭിജിത്ത് മോഹൻ, ശിവമല്ലി, ഇസബൽ ജോസ്, മിൻസാര, മുഹമ്മദ് ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. അതുൽ കൃഷ്ണ KS മറുപടി പ്രസംഗം നടത്തി. മറ്റം ഗ്രൗണ്ട് സ്റ്റോപ്പിനടുത്ത് കോലാരി വീട്ടിൽ സുനിൽകുമാർ, അനിത ദമ്പതികളുടെ മൂത്ത മകനാണ് അതുൽ. ആർമി വിഭാഗത്തിലെ ജമ്മു കേഡറിലാണ് അതുൽ കൃഷ്ണയുടെ ആദ്യ പോസ്റ്റിംഗ്. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിങ്ങും കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീജിഷ ദാസ് അധ്യക്ഷയായി. ചേംബർ കൊമേഴ്സ് സെക്രട്ടറി അബൂബക്കർ, വനിതാ വിംഗ് കോർഡിനേറ്റർ PI ജോസ്, യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, വനിതാ വിംഗ് സെക്രട്ടറി ഷിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 10 മണിയോടെ ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണിയോടെ സമാപിച്ചു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുംഭഭരണി മഹോത്സവത്തിന് മുന്നോടിയായി വിവിധ ദേശകുതിര സമുദായങ്ങളുടെ യോഗം നടന്നു. മണിമലർക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട്, കൺവീനർ രാകേഷ് മേനോത്തുപറമ്പിൽ, ജോയിന്റ് കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. 2026 ഫെബ്രുവരി 9-ാം തീയതി രാത്രി 8 മണിക്കാണ് കുംഭഭരണി വേലയ്ക്ക് മുന്നോടിയായുള്ള ദേശപ്പറ പുറപ്പെടുന്നത്. ഫെബ്രുവരി 22, 23, 24 തീയതികളിലാണ് കുംഭഭരണി മഹോത്സവം ആഘോഷിക്കുന്നത്. ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്തുകാവ് 29ാമത് മുഴുവൻ വിളക്കാഘോഷം ഭക്തിസാന്ദ്രമായി. ശനിയാഴ്ച രാവിലെ ആഗമല രഞ്ജിത്ത് സ്വാമിയുടെ നേതൃത്വത്തിൽ വിളക്കുപന്തലിൽ അയ്യപ്പനെ കുടിയിരുത്തി വൈകിട്ട് 3-ന് ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ വിളക്കുപന്തലിലെ അയ്യപ്പ ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ച് കുവേശ്വര ക്ഷേത്രത്തിലേക്ക് പുറപ്പാട് നടത്തി. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് 1000-ലേറെ താലമേന്തിയ മാളികപ്പുറങ്ങളും 3 ഗജവീരന്മാരും പെരിങ്ങോട് സംഘത്തിന്റെ പഞ്ചവാദ്യവും ചെണ്ടമേളവും അകമ്പടിയേകി. അന്നദാനവും ഉണ്ടായി. രാത്രിയിൽ പന്തൽപ്പാട്ട്, സ്വാമിയുടെ ജനനം, തിരിയുഴിച്ചിൽ, പാൽക്കിണ്ടി, വെട്ടുംതട, ഗുരുതി സമർപ്പണത്തോടെ ചടങ്ങുകൾക്ക് സമാപനമായി. വിളക്ക് സംഘം ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘം അകമലയായിരുന്നു. മുഴുവൻ വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുട്ടനാലിക്കര, സെക്രട്ടറി KK ഭാസ്കരൻ, ട്രഷറർ ചന്ദ്രൻ അമൃത എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നേതൃത്വം നൽകി. മലപ്പുറം തിരൂരിൽ ശനിയാഴ്ച സമാപിച്ച 26ാമത് കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡെഫ് സ്കൂളിലെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. VHS ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി മൈം, ദേശീയഗാനം, ചിത്രീകരണം, മോണോ ആക്ട്, പദ്യപാരായണം, കാർട്ടൂൺ എന്നീ മത്സര ഇനങ്ങളിൽ A ഗ്രേഡും പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ പെയിന്റിംഗ് ഇനങ്ങളിൽ B ഗ്രേഡുമായി മൊത്തം 57 പോയിന്റോടെ തൃശൂർ ജില്ലയുടെ ഓവറോൾ കിരീട നേട്ടത്തിൽ സ്കൂൾ നിർണായക പങ്കുവഹിച്ചു. ഹൈസ്കൂൾ വിഭാഗം ചിത്രീകരണത്തിലെ അഭിനയത്തിന് മുഹമ്മദ് സിയാൻ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചരമം. പുന്നയൂർക്കുളം ചമ്മന്നൂർ കോളനി റോഡിൽ താമസിക്കുന്ന കൊട്ടിലിങ്ങൽ ബാലൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു.
സംസ്കാരം കോട്ടപ്പടി ശ്മശാനത്തിൽ നടത്തി. തങ്കമണി ഭാര്യയും പരേതനായ കാർത്തികേയൻ, കാഞ്ചന എന്നിവർ മക്കളുമാണ്. അഞ്ഞൂർ പൂങ്ങാട്ട് ഇല്ലത്ത് ഋഷഭദേവൻ നമ്പൂതിരിയുടെ മകൻ കിരാതമൂർത്തി നമ്പൂതിരി നിര്യാതനായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോമുകൾ നൽകാൻ ഡിസംബർ 11 വരെ സമയം. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് ശ്രുതിമധുര തേന്മഴയായി പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. 68 കലാകാരന്മാർ ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞു പാടിയതോടെ ആസ്വാദകരും ആലാപനത്തിൽ മുഴുകി. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ആനത്താവളത്തിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമം അർപ്പിച്ചു. 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ഗുരുവായൂർ കേശവൻ ഇഹലോകവാസം വെടിഞ്ഞത്. മുനയ്ക്കക്കടവിൽ മത്സ്യബന്ധന ബോട്ടിന്റെ കാരിയർ വഞ്ചിയുടെ എഞ്ചിനും ഇന്ധനവും മോഷണം പോയി. താനൂർ സ്വദേശി ചക്കപ്പന്റെ പുരയ്ക്കൽ മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇറാഖ് വള്ളത്തിലാണ് മോഷണം നടന്നത്.